അപ്പോൾ നമ്മൾ മോഡ്യൂൾ 3 തുടങ്ങിയായിരുന്നു കഴിഞ്ഞ ഓൺലൈൻ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ നമ്മൾ മോഡ്യൂൾ 2 ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യവും അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ ഒരു അഡീഷണൽ ആയിട്ടൊരു ടോപ്പിക് കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതുവരെ എക്കണോമിക്സ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് മോഡ്യൂളും സെക്കൻഡ് മോഡ്യൂളും നമ്മൾ തീർത്തു. ഫസ്റ്റ് മോഡ്യൂൾ ബേസിക്സ് ഓഫ് എക്കണോമിക്സും വേരിയസ് ഡെഫിനിഷൻസ് ആൻഡ് ഫണ്ടമെന്റൽ ടോപ്പിക്സ് ലൈക്ക് വാണ്ട് എന്താണ്, ഗുഡ്സ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ നോക്കിയത്. പിന്നെ അവിടെ തന്നെ നമ്മൾ ലോ ഓഫ് മാർജിനൽ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയും അതിന് റിലേറ്റഡ് ആയിട്ട് അസംപ്ഷനും എക്സെപ്ഷനും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ. സെക്കൻഡ് മോഡ്യൂൾ വാസ് ഫുള്ളി കോൺസെൻട്രേറ്റഡ് ഓൺ ദ ടോപ്പിക് ഓഫ് ഡിമാൻഡ്. അവിടെ നമ്മൾ മെയിൻലി നോക്കിയത് എന്താണ് ഡിമാൻഡ്, ഡിമാൻഡിന്റെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, ടൈപ്പ് ഓഫ് ഡിമാൻഡ് എന്താണ്, ലോ ഓഫ് ഡിമാൻഡ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കിയത്. അത് പോരാണ്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ കോൺസെപ്റ്റും അതിന്റെ ലോ എന്താ പറയുന്നതെന്നും അതിന്റെ അസംപ്ഷനും എക്സെപ്ഷനും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പോരാണ്ട് നെക്സ്റ്റ് അതിന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആയിട്ട് നമ്മൾ ലോ ഓഫ് സപ്ലൈയും ആ ലോന്റെ കൂടെ അതിന്റെ എക്സെപ്ഷനും അസംപ്ഷനും നമ്മൾ കവർ ചെയ്തിട്ടാണ് മോഡ്യൂൾ 2 വൈൻഡ് അപ്പ് ചെയ്തത്. ഫസ്റ്റ് മോഡ്യൂളും സെക്കൻഡ് മോഡ്യൂളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഈച്ച് ആൻഡ് എവറി ടോപ്പിക് മെൻഷൻഡ് ഇൻ ദ സിലബസ് ഹാസ് ബീൻ കവേർഡ്. അതിന്റെ നോട്ട് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് യു ഹാവ് സബ്മിറ്റഡ് യുവർ നോട്ട്സ്. എന്നാലും കുറച്ചൊരു സബ്മിഷൻ ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ ഇന്ന് വരെ ചെയ്യാം. ഇന്നാണ് അതിന്റെ ഡെഡ് ലൈൻ. ആൻഡ് നമുക്ക് തേർഡ് മോഡ്യൂളാണ് നമ്മൾ തുടങ്ങാൻ പോകണം. ഓക്കെ, ആൻഡ് അടുത്ത ആഴ്ച ദ വീക്ക് ഓഫ് 15 to 21 നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കോളേജിലോട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് മോഡ്യൂളും സെക്കൻഡ് മോഡ്യൂളിനെ ക്ലബ് ചെയ്തിട്ട് ഒരു എക്സാം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ട് വരുമ്പോൾ ഫസ്റ്റും സെക്കൻഡ് മോഡ്യൂൾ അവിടെ നമുക്ക് ഒരു രീതിയിൽ ഒരു സ്ട്രോങ് ആയ രീതിയിൽ തന്നെ കവർ ചെയ്തു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പ്രൊവൈഡഡ് ഇഫ് യു സ്റ്റഡി ദോസ് ടോപ്പിക് നൈസ്ലി. അത് പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ നാച്ചുറലി കോളേജിൽ നിന്ന് വരുമ്പോൾ അതിനോട് ക്ലിയർ ചെയ്തും എടുക്കാം. കോളേജ് വരണം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ മീഡിയ ത്രൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ വാട്സപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും മീഡിയ ഗൂഗിൾ ക്ലാസ് റൂമിന്റെ മീഡിയ കൂടിയും നമുക്ക് ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും നമുക്ക് തേർഡ് മോഡ്യൂളിലോട്ട് കിടക്കാം. സോ 50% ഓഫ് എക്കണോമിക്സ് സിലബസ് ഇസ് ഓവർ അല്ലേ. ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞു, തേർഡും ഫോർത്തും ആണ് ബാക്കി. നമ്മൾ തേർഡ് മോഡ്യൂൾ പഠിക്കാൻ പോണത് തേർഡ് മോഡ്യൂൾ ഒരു സിമ്പിൾ മോഡ്യൂളാണ്, ചെറിയ മോഡ്യൂളാണ്, സ്കോറിംഗ് മോഡ്യൂളാണ്. ഓക്കെ, തേർഡ് മോഡ്യൂൾ നമ്മൾ പഠിക്കാൻ പോകുന്ന മെയിൻലി രണ്ട് പാർട്ടായിട്ടെന്ന് പറയാം. ഒരെണ്ണം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്താണ്, ഫാക്ടേഴ്സ് എന്താണെന്ന് പഠിക്കും. അതിന്റെ പ്രൊഡക്ഷന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കും. സെക്കൻഡ് പാർട്ടിൽ സ്മോൾ സ്കെയിൽ ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതിന്റെ സ്കോപ്പ് ഇൻ ഇന്ത്യ ആൻഡ് രണ്ടിന്റെയും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പഠിക്കും. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ടോപ്പിക് പ്രൊഡക്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ലൈവ് ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഇത് കവർ ചെയ്ത, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പോവാം. ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാവുക അല്ലെ. നമ്മൾ ഡിമാൻഡും സപ്ലൈ ഒക്കെ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചെങ്കിലും അത് എന്താണ് ഡിമാൻഡ്? ഡിമാൻഡ് ഇത് അറ്റ് എ പെർട്ടിക്കുലർ ടൈം അറ്റ് എ പെർട്ടിക്കുലർ പ്രൈസ് ക്വാണ്ടിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് ഡിമാൻഡഡ് അല്ലെ. എത്ര ക്വാണ്ടിറ്റി കസ്റ്റമർ മാർക്കറ്റിൽ ആവശ്യപ്പെടും എന്തിന്റെ, ഒരു പ്രോഡക്റ്റിന്റെ, അതിനാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിമാൻഡും സപ്ലൈ ഒക്കെ എത്തുന്ന മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് ഉണ്ടാക്കണ്ടേ. അതല്ല ആദ്യത്തെ സ്റ്റെപ്പ്. പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രൊഡക്റ്റിനെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലല്ലേ മാർക്കറ്റിലോട്ട് ഇടാൻ പറ്റുള്ളൂ, എന്നാലല്ലേ അതിന് ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. മാർക്കറ്റിൽ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലല്ലേ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. സോ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം നമുക്ക് ആദ്യം. സോ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വേഗ് ടേമിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുന്നത് ജനറൽ മാൻ ഡെഫിനിഷനിൽ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റിനെ ഉണ്ടാക്കണ ഒരു കോൺസെപ്റ്റ് ആണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ്, അത് തന്നെയാണ് ബേസിക്കലി പ്രൊഡക്ഷൻ. എന്നാൽ ടെക്നിക്കൽ ടേംസ് അല്ലെങ്കിൽ എക്കണോമിക് ടേംസിൽ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഒരു ഡെഫിനിഷൻ പ്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ ഈസ് എൻ ഔട്ട്കം ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ ഈ പറഞ്ഞ പോലെ ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ വർക്ക്, അതിനൊക്കെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലും വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഔട്ട്പുട്ട് ആണ് പ്രൊഡക്ഷൻ എന്നാണ് ഒരു ഡെഫിനിഷൻ പറയുന്നത്. ആ ഡെഫിനിഷൻ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ ആ ഡെഫിനിഷൻ കറക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ട ഡെഫിനിഷൻ നമ്മൾ സെക്കൻഡ് ലൈനിൽ പറഞ്ഞിരിക്കുന്നതാണ്. പ്രൊഡക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് കമ്പൈനിങ് വേരിയസ് മെറ്റീരിയൽ ആൻഡ് ഇംമെറ്റീരിയൽ ഇൻപുട്സ് ഇൻ ഓർഡർ ടു മേക്ക് സംതിങ് ഫോർ കൺസംഷൻ ആണ് അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം ഈ ഡെഫിനിഷനിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ ഇസ് എ പ്രോസസ് ഓഫ് കമ്പൈനിങ് വേരിയസ് മെറ്റീരിയൽ ഇൻപുട്സ് ആൻഡ് ഇംമെറ്റീരിയൽ ഇൻപുട്സ് ആൻഡ് ഇൻ ഓർഡർ ടു മേക്ക് സംതിങ് ഫോർ കൺസംഷൻ. അതിന്റെ അർത്ഥം
കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യൂസേജ്. കസ്റ്റമറിന് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കസ്റ്റമറിന് കൺസ്യൂം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാക്കണം, അതാണ് പ്രൊഡക്ഷൻ. അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കമ്പൈൻ ചെയ്യും, നമ്മൾ യോജിക്കും. എന്ത് യോജിപ്പിക്കും? വേരിയസ് ഇൻപുട്സ് അല്ലെ? ആ ഇൻപുട്സ് മെറ്റീരിയലും ആവാം, അതിനകത്ത് നമുക്ക് തൊടാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന, ഫീൽ ചെയ്യാൻ പറ്റുന്ന പോലത്തെ മെറ്റീരിയൽസും ആവാം, അല്ലെങ്കിൽ ഇംമെറ്റീരിയൽസ് ആവാം. നമുക്ക് കാണാനൊന്നും പറ്റില്ല. അത് നമ്മളെ നോളേജ്, നമ്മളെ ഐഡിയ, അത് നമുക്ക് ഇംമെറ്റീരിയൽ എന്ന് പറയാം. എന്റെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞാൽ ഐഡിയ എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല, എനിക്ക് ഐഡിയ പറയാനേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഐഡിയ ഒക്കെ ഇംമെറ്റീരിയൽ ആണെന്ന് പറയാം, നോളേജ് ഇംമെറ്റീരിയൽ ആണ്. സോ മെറ്റീരിയലും ഇംമെറ്റീരിയൽ ആയിട്ട് ഇൻപുട്ടിനെ യോജിപ്പിച്ചിട്ട് ഞാനൊരു പുതിയ സംഭവം ക്രിയേറ്റ് ചെയ്യും. എന്തിന്? ഫോർ കൺസംഷൻ ഓഫ് ദ കൺസ്യൂമർ ഓർ യൂസേജ് ഓഫ് ദ കൺസ്യൂമർ. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷനാണ് കറക്റ്റ് ഡെഫിനിഷൻ ഓഫ് പ്രൊഡക്ഷനും, ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, സോ ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പ്രൊഡക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് വേരിയസ് മെറ്റീരിയൽ ഇൻപുട്സ് ആൻഡ് ഇംമെറ്റീരിയൽ ഇൻപുട്സ് ഇൻ ഓർഡർ ടു മേക്ക് സംതിങ് ന്യൂ ഫോർ കൺസംഷൻ. ഓക്കെ, തേർഡ് ലൈനിൽ ഒരു ഡെഫിനിഷൻ കൂടി പറഞ്ഞിട്ട്, ഇറ്റ് ഈസ് ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് ഔട്ട്പുട്ട് എ ഗുഡ് ഓർ സർവീസ് വിച്ച് ഹാസ് വാല്യൂ ആൻഡ് കോൺട്രിബ്യൂഷൻ ടു ദ യൂട്ടിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസേജ് ഓഫ് ഇൻഡിവിജ്വൽ വേണ്ടി എന്തെങ്കിലും വാല്യൂ ഉണ്ട് സംഭവത്തിന് ക്രിയേറ്റ് ചെയ്യുന്നതിനും പ്രൊഡക്ഷൻ എന്ന് പറയാം. എന്നാലും നമ്മൾ ആ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ ആണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സോ പ്രൊഡക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് കമ്പൈനിങ് വേരിയസ് മെറ്റീരിയൽ ആൻഡ് ഇംമെറ്റീരിയൽ ഇൻപുട്ട് ഇൻ ഓർഡർ ടു മേക്ക് സംതിങ് ഫോർ കൺസംഷൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ ടോപ്പിക്കിനാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനെ നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അതായിരുന്നു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതിന് മുന്നേ നമ്മൾ ഡിമാൻഡിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്തതെന്ന് അതിന് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. പ്രൊഡക്ഷന്റെ ആ ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോർമുലയിൽ പറയാം, വിച്ച് ഈസ് ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്, നമ്മളെ പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന സംഭവമാണ്. ആൻഡ് എൽ കെ ടി എൻ എന്നൊക്കെ പറഞ്ഞ ഇൻപുട്സ് ആണ്. ഓക്കെ, സോ ക്യൂ ക്യാൻ ബി ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എൽ കെ ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ സിമ്പിൾ വേർഡ്സ് പറയാം. ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻസ് ഓഫ് ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്തായിരിക്കും? എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട് ആയിരിക്കും. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് കമ്പൈൻ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് അത് ഒന്നിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, മാത്തമാറ്റിക്കലി നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. സോ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട്. ആ ഇൻപുട്ട് എന്തൊക്കെയാവാം? ലേബർ ആവാം, ക്യാപിറ്റൽ ആവാം, ടെക്നോളജി ആവാം, ഓർ എനി അതർ ഇൻപുട്ടും ആവാം. ഓക്കെ, സോ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് അങ്ങനെ ചോദിക്കാറില്ല. ഞാൻ 2 മാർക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കുക. ക്യൂ ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ഇൻപുട്സ്. ആ എൽ കെ ടി തന്നെ നിങ്ങൾക്ക് എഴുതണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആ എൽ കെ ടിന്റെ വേർഡ്സ് ഒക്കെ നിങ്ങൾ ഇഷ്ടത്ത് മാറ്റാം, സ്മോൾ ലെറ്റർ യൂസ് ചെയ്യാം, ക്യാപിറ്റൽ യൂസ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇൻപുട്സ് എന്തൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്യണം. ജനറലി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഇൻപുട്സ് ലേബർ ഉണ്ടാവും, അന്നത്തെ മനുഷ്യന്റെ ലേബർ. പിന്നെ ക്യാപിറ്റൽ ഉണ്ടാവും, അന്നത്തെ ഈ പറഞ്ഞ പോലെ റിസോഴ്സസ്, മെഷീൻസ്, മണി, അതൊക്കെ. പിന്നെ ടെക്നോളജി നാച്ചുറലി ഉണ്ടാവും. അത് പോരാണ്ട് റോ മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ഈ പറഞ്ഞ ഇൻപുട്സിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതാണ് ആ ഡെഫിനിഷനെ നമ്മൾ മാത്തമാറ്റിക്കലി പറയുന്നത് ക്യൂ ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എൽ കെ ടി. ഓക്കെ, സോ നമുക്ക് ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്താണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതർത്ഥം നമുക്ക് ഒരു പ്രോഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ ഇൻപുട്സ് വേണം, അതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ബേസിക്കലി പറയുന്നത്. ഫാക്ടേഴ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഈ സ്ലൈഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫാക്ടേഴ്സ് എന്താണ് ബേസിക്കലി. സോ ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം. ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നമുക്ക് കുറെ ഇൻപുട്ട് വേണം. വി നീഡ് സം ഇൻപുട്സ് അല്ലെ? ഒരു പ്രോഡക്റ്റ് നമ്മൾ ഔട്ട്പുട്ട് ആണെങ്കിൽ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട എല്ലാ റോ മെറ്റീരിയൽസ്, എല്ലാം മണി, മാൻ പവർ, അതിനൊക്കെ നമുക്ക് ഇൻപുട്ട് ആയിട്ട് പറയാം. സോ ഫോർ എ പ്രൊഡക്റ്റ് ടു ബി എൻ ഔട്ട്പുട്ട് there will be some input. ഈ ഇൻപുട്ടിനെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ വൺ ടൈപ്പ് ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അത് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ പ്രോഡക്റ്റിന്റെ കൂടെ ലയിച്ചു പോകും, ഇല്ലാണ്ടായി പോകും. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞാലോ അത് പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടും അത് അവിടെ തന്നെ കിടക്കും. ഓക്കെ, അപ്പൊ ആ ബേസിൽ നമുക്ക് പ്രൈമറി ഇൻപുട്ടും സെക്കൻഡറി ഇൻപുട്ടും വന്നിട്ട് ഇൻപുട്സിനെ ഡിവൈഡ് ചെയ്യാം. എന്താണ് പ്രൈമറി ഇൻപുട്ട്? പ്രൈമറി ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അത് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് കിട്ടി കഴിഞ്ഞിട്ടും പ്രൈമറി ഇൻപുട്ട് അതേപോലെ അവിടെ തന്നെ ഉണ്ടാവും. അതാണ് പ്രൈമറി ഇൻപുട്ട്. അതേസമയത്ത് സെക്കൻഡറി ഇൻപുട്ട് എന്താന്ന് പറഞ്ഞാൽ ഇതും പ്രോഡക്റ്റിനെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ഇൻപുട്ട് തന്നെയാണ്. പക്ഷെ പ്രോഡക്റ്റ് ഉണ്ടായി വരുമ്പോൾ ഔട്ട്പുട്ട് ആവുമ്പോൾ ഔട്ട്പുട്ടിലോട്ട് എത്തുമ്പോൾ സെക്കൻഡറി ഇൻപുട്സ് ഒക്കെ ആ പ്രോഡക്റ്റിന്റെ കൂടെ ലയിച്ചു പോകും. ഓക്കെ,
ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു അഗ്രികൾച്ചർ എടുക്കുകയാണെങ്കിൽ അല്ലെ, നമ്മളൊരു കൃഷി എന്ന് പറഞ്ഞൊരു സർവേ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ പ്രോസസ് ആണല്ലോ. ആ കൃഷി എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്താ ഉണ്ടാവുക, നമ്മൾ ഭൂമി യൂസ് ചെയ്തിട്ട്, ലാൻഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സോയിൽ യൂസ് ചെയ്തിട്ട് മെഷീൻസ്, ഏതൊക്കെ മെഷീൻസ്, ട്രാക്ടർ അല്ലെങ്കിൽ വേറെ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു മനുഷ്യൻ അയാളുടെ ലേബർ യൂസ് ചെയ്തിട്ട്, അതിന്റെ ഫാർമർ അയാളുടെ ലേബർ യൂസ് ചെയ്തിട്ട് വാട്ടർ, ഫെർട്ടിലൈസേഴ്സും സീഡ്സ് അല്ലെ, ബീജങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഔട്ട്പുട്ട് ആവാം അല്ലെ, വെജിറ്റബിൾസ് ആവാം, എന്ത് വേണമെങ്കിൽ ആവാം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞു വരുമ്പോൾ, വെജിറ്റബിൾ ഉണ്ടാകുമ്പോൾ, ഔട്ട്പുട്ട് കിട്ടുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, സീഡ്, വാട്ടർ, ഫെർട്ടിലൈസർ ഇതൊക്കെ എന്തായി പോയി, ഇതൊക്കെ ഔട്ട്പുട്ടിലൂടെ മെർജ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് എന്ത് പറയും നമ്മള്, ഇത് നമ്മൾ സെക്കൻഡറി ഇൻപുട്സ് എന്ന് പറയും. അതേ സമയത്ത് ഈ പ്രോസസ്സ് കഴിയുമ്പോഴും ഫാർമർ അവിടെ തന്നെ ഉണ്ട്, സോയിൽ അവിടെ തന്നെ ഉണ്ട്, ട്രാക്ടറും ടൂൾസ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അത് ആ പ്രൊഡക്റ്റിനെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റിന്റെ പ്രോസസ്സിന് ഇൻപുട്ട് ആണ്. പക്ഷെ ആ പ്രൊഡക്ഷൻ കഴിഞ്ഞിപ്പോഴും ആ ഈ പറഞ്ഞ സംഭവങ്ങൾ അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ആ പ്രോഡക്റ്റ് ഉണ്ടായി വരുമ്പോൾ ഔട്ട്പുട്ടോടെ ലയിച്ച് പോയിട്ടില്ല. അങ്ങനത്തെ ഇൻപുട്സ് നമ്മൾ പ്രൈമറി ഇൻപുട്സ് എന്ന് പറയും. ആൻഡ് ബേസിക്കലി പ്രൈമറി ഇൻപുട്ടിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത്രയും കഥ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മൾ കൊളോക്കിയലി പറയുമ്പോൾ, നമ്മൾ എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി പറയുന്നത് ഇൻപുട്ട് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ എന്നാണ്. പക്ഷെ അത് കുറച്ചും കൂടി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ദോസ് ഇൻപുട്ട് വിച്ച് renders services and after the production process it is still there like before the process. അതായത് പ്രൊഡക്ഷൻ പ്രോസസ് തുടങ്ങുന്ന മുമ്പ് അവർ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അവരിരിക്കും ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. സ്ലൈഡിൽ എന്താ ഉണ്ടാക്കിയിട്ട് വായിച്ചു നോക്കാം. Whatever is used in producing a commodity is known as input. For example, for producing wheat, the farmer uses input like soil, tractor, tools, seeds, fertilizer, water, and his own services. All inputs are classified into two groups, namely primary and secondary input. Primary input renders services, whereas secondary input get merged in the commodity for which they are used. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. സെക്കൻഡറി ഇൻപുട്ട് എന്താവും, പ്രോഡക്റ്റിന് കൂടെ ലയിച്ച് അല്ലെങ്കിൽ മർജായി പോവും, ഇല്ലാണ്ടായി പോവും, ആ പ്രൊഡക്റ്റ് ഔട്ട്പുട്ടിന്റെ കൂടെ അത് പോവും. പ്രൈമറി ഇൻപുട്ട് അതേ സമയത്ത് എന്തായിരിക്കും, അത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻപുട്ട് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് ആയി വന്ന് കഴിയുമ്പോഴും അതിന്റെ അസ്തിത്വം അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനത്തെ പ്രൈമറി ഇൻപുട്ടിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ പ്രൈമറി ഇൻപുട്സ് ആർ നോൺ ആസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നിങ്ങൾ ജസ്റ്റ് ഇൻപുട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പ്രോസസ്സിന് ഇൻപുട്ട് ആണെന്ന് മാത്രം പറഞ്ഞാലും തെറ്റൊന്നുമില്ല, അത് കറക്റ്റ് ആണ്. പക്ഷെ കുറച്ചും കൂടി നിങ്ങളൊരു പറഞ്ഞ നോളേജ് ഗെയിൻ ചെയ്തിട്ട് പറയുമ്പോൾ എന്ത് പറയണം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഫോർ എ പ്രൊഡക്ഷൻ പ്രോസസ് ആണ്, ബട്ട് ഓൾസോ ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഇസ് ഓവർ ദോസ് ഇൻപുട്ട് which are not merged into the output product is known as factors. അർത്ഥം those type of input അത് ആഫ്റ്റർ പ്രൊഡക്ഷൻ പ്രോസസ് ഔട്ട്പുട്ട് കിട്ടുന്ന പ്രൊഡക്റ്റിന് കൂടെ മർജ് ആയി പോവാണ്ട് സ്വന്തം അസ്തിത്വം അതേപോലെ നിൽക്കുന്ന പ്രൊഡക്ട്സിനെ അല്ലെങ്കിൽ അതേപോലെ നിൽക്കുന്ന ഇൻപുട്സിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഞാൻ ജസ്റ്റ് നോളജ് ആയിട്ട് തന്നുള്ളൂ, ഇത് ചിലപ്പോൾ എക്സാം അങ്ങനെ ചോദിക്കാനൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ക്ലാരിറ്റി ക്ലിയർ ആയിരിക്കണം. ദോസ് ഇൻപുട്ട് അല്ലെങ്കിൽ പ്രൈമറി ഇൻപുട്ട് ആർ നോൺ ആസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ആൻഡ് എന്താണ് പ്രൈമറി ഇൻപുട്ട്, ഇവർ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻപുട്ട് ആണ്, പക്ഷെ ഔട്ട്പുട്ട് കിട്ടി കഴിയുമ്പോൾ ഇവർ അവിടെ തന്നെ എന്താ അസ്തിത്വം ഉണ്ടാവും, അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ കൂടെ മെർജ് ആയി പോവാത്ത ഇൻപുട്സ് ആണ്. ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഉണ്ടാവും. ചില ഇൻപുട്ട് ഔട്ട്പുട്ടിന്റെ കൂടെ മെർജ് ആയി പോകും, ഇല്ലാണ്ടായി പോകും. ചില ഇൻപുട്ട് ഔട്ട്പുട്ടിനൂടെ മെർജ് ആവാണ്ട് അവിടെ തന്നെ ഉണ്ടാവും, ആഫ്റ്റർ ഔട്ട്പുട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടും അവിടെ തന്നെ നിലനിൽക്കും. അതിനെ നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ബേസിക്കലി 3 പറയുന്നത് എല്ലാ സ്ഥലത്തും, പക്ഷെ നമുക്ക് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഇന്നത്തെ മോഡേൺ വേൾഡിൽ എല്ലാവരും കൺസിഡർ ചെയ്യുന്നത് there are 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രണർ. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമി മാത്രമല്ല, എല്ലാം ഫ്രീ നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ ലാൻഡ് എന്ന് പറയും. അതിനെപ്പറ്റി നമ്മൾ പഠിക്കും ഡീറ്റെയിലിൽ. ലേബർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മനുഷ്യന്റെ വർക്ക് ഫോഴ്സ് അല്ലെ, നമ്മളുടെ എനർജി, നമ്മളുടെ സർവീസ് അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ എനർജി അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ്, അത് നമുക്ക് ലേബർ എന്ന് പറയാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാത്രം പണമല്ല,
Capital എന്ന് പറഞ്ഞാൽ basically it includes machines, tools, equipments and also wealth. എല്ലാം read ചെയ്ത wealth including money. Okay. And fourth is the entrepreneur. An entrepreneur, a person who takes the risk and brings all other three factors together for production. Understand? ഒരു മനുഷ്യൻ basically owner of the company ആയിരിക്കും. That person who brings all other factors of production for making a product. Understand? ബാക്കി ലാൻഡും ലേബറും ക്യാപിറ്റലിനെ ഒരു സ്ഥലത്ത് ഒന്നിച്ച് എത്തിച്ച് പ്രൊഡക്ഷൻ പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്ന ആ ഓണറിനെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഓണറിനെ അല്ലെങ്കിൽ ആ മനുഷ്യൻ നമുക്ക് എന്റർപ്രണർ എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ 4 ഫാക്ടേഴ്സ് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും ലാൻഡും ലേബറും ക്യാപിറ്റലും എന്റർപ്രണറും അവിടെ തന്നെ ഉണ്ടാവും. അതിന്റെ കൂടെ പ്രൊഡക്റ്റിന്റെ കൂടെ അവർ ഇല്ലാണ്ടായി പോകില്ല. അങ്ങനത്തെ ഇൻപുട്സ്, പ്രൈമറി ഇൻപുട്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഡീറ്റെയിലിൽ ഓരോ ടൈപ്പ് ഓഫ് ഇൻപുട്ടും എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നും പഠിക്കും. അതാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോണ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻപുട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫാക്ടർ വിച്ച് ഇസ് ദ ലാൻഡ്. സിമ്പിൾ ആണ് ടോപ്പിക്സ്. ലാൻഡ് എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാവാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിന് എന്തായാലും ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ 1-2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്സാമില് ഷുവർ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സിമ്പിൾ ടോപ്പിക്കാണ്, സ്കോറിംഗ് ആണ്. ഐ തിങ്ക് ഇറ്റ് ഇസ് സിംപ്ലർ ദാൻ സെക്കൻഡ് മോഡ്യൂൾ. സെക്കൻഡ് മോഡ്യൂൾ നമുക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലെ. ഡിമാൻഡ്, എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അസംപ്ഷൻ, എക്സെപ്ഷൻ, അങ്ങനത്തെ കൺഫ്യൂഷൻ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. സോ 4 ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് വേണം പ്രൊഡക്ഷൻ പ്രോസസ് ചെയ്യാൻ. ലാൻഡ്, ക്യാപിറ്റൽ, ലേബറും എന്റർപ്രണറും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് എന്താണ് ലാൻഡ്? എന്താണ് ലാൻഡ് ഡെഫിനിഷൻ? ലാൻഡ് ഡെഫിനിഷൻ 2 മാർക്കും ചോദിക്കാറുണ്ട് എക്സാമിൽ. ചോദിക്കുകയാണെങ്കിൽ മാത്രം ഭൂമിന്ന് എഴുതിയിടരുത്. ലാൻഡ് ഈസ് ദ ഒറിജിനൽ ആൻഡ് പ്രൈമറി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. വിത്തൗട്ട് ലാൻഡ് പ്രൊഡക്ഷൻ പ്രോസസ് cannot start. In economics, all the natural resources that are available on the surface of the earth, below the surface of the earth and above the surface of the earth and which are used in production process is called land. Land definition എന്താണ്? In economics, all the natural resources that are available on the surface of the earth, below the surface of the earth and above the surface of the earth and which are used in the production process is called land. Example: soil, river, water, forest, mountain, mines, desert, seas, climate, rain, air, sun, etc. ഇതെല്ലാം തന്നെ എന്താ? നാച്ചുറൽ റിസോഴ്സസ് ആണ് അല്ലെ. സോ ഓൾ ദ നാച്ചുറൽ തിങ്സ്, ദൈവം ഉണ്ടാക്കിയ കാര്യങ്ങൾ ഏതൊക്കെ അല്ലെ, വിച്ച് ഈസ് അവൈലബിൾ ഓൺ ദ സർഫേസ് ഓഫ് ദ ലാൻഡ്, അബവ് ദ സർഫേസ് ഓഫ് ദ ലാൻഡ് ആൻഡ് ബിലോ ദ സർഫേസ് ഓഫ് ദ ലാൻഡ്. ഭൂമിയുടെ മുകളിലും ഭൂമിയുടെ അടിയിലും ഭൂമിയിലും ഇരിക്കുന്ന എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഒരു നാച്ചുറൽ റിസോഴ്സ് നമുക്ക് ലാൻഡ് എന്ന് പറയാം. ഡിഫൈൻ ലാൻഡ് ചോദിച്ചാൽ ഭൂമിന് മാത്രം എഴുതിയിടരുത് കേട്ടോ. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ദ ലാൻഡ് ഈസ് ലാൻഡ് എന്ന് പറഞ്ഞ് എഴുതിയിടരുത്. ലാൻഡ് ഈസ് ദ ഓൾ നാച്ചുറൽ റിസോഴ്സസ് which are available on the surface of the earth, below the surface of the earth and above the surface of the earth and which is used in production process is called land. Example, 2-3 എക്സാമ്പിൾ എനിക്ക് ഇഷ്ടമുള്ള 2-3 എക്സാമ്പിൾ നിങ്ങളത് എഴുതിയിടുക. സോയിൽ, റിവർ, വാട്ടർ, എയർ, സൺ, ഇതൊക്കെയാണ് ജനറലി നമ്മൾ പറയാം എക്സാമ്പിൾ ആയിട്ട്. നമുക്ക് നോക്കാം ഇതിന്റെ നെക്സ്റ്റ് മെയിൻ ടോപ്പിക് ഇവിടെ എന്താണ്. എന്തായിരുന്നു ഫീച്ചേഴ്സ് ഓഫ് ലാൻഡ്? ലാൻഡ് എന്ന് പറഞ്ഞ ഫാക്ടേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? ലാൻഡ് എന്ന് പറഞ്ഞ ഫാക്ടേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിമ്പിൾ ആണ്, നമുക്ക് ആ പോയിന്റിന്റെ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ അല്ലെ. ലാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? നാച്ചുറൽ റിസോഴ്സസ് ആണ്, ദൈവം നമുക്ക് തന്ന കാര്യങ്ങളാണ് അല്ലെ. അത് നമുക്ക് അതിനു വേണ്ടി പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഭൂമി മേടിക്കാൻ പൈസ കൊടുക്കണം, ഞാൻ ആ രീതിയിലല്ല പറയുന്നത്. പക്ഷെ നാച്ചുറൽ റിസോഴ്സ് ആസ് സച്ച് എന്തായിരിക്കും? ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ ആയിരിക്കും. നമുക്ക് സണ്ണിന്റെ എനർജിക്ക് പൈസ കൊടുക്കണ്ട. വാട്ടർ ജനറലി ഫ്രീ ആണ്. എയർ ഫ്രീ ആണ്. വാട്ടർക്ക് ഇപ്പൊ പൈസ കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയായി, എന്നാലും ജനറലി ഫ്രീ ആണെന്ന് നമുക്ക് പറയാം. സോയിൽ ഫ്രീ ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? എല്ലാം ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ ആയിരിക്കും. എന്ത്? ലാൻഡ്. അതാണ് അതിന്റെ ഫസ്റ്റ് ഫീച്ചർ. എന്താണ് എഴുതിയിരിക്കുന്നത്? വായിച്ചു നോക്കാം. Free gift of nature. Man has to make efforts in order to acquire other factor of production, but
ടു അക്വയർ ലാൻഡ് നോ ഹ്യൂമൻ എഫേർട്സ് ആർ നീഡഡ്. ബാക്കി എല്ലാം ഫാക്ടേഴ്സ് ഉണ്ടാക്കാൻ മനുഷ്യന് പൈസ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എഫേർട്ട് ചെലവ് ചെയ്യേണ്ടി വരും. പക്ഷെ ഈ ഫാക്ടർ എന്താണ്, നാച്ചുറലി അവൈലബിൾ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, ഫ്രീലി അവൈലബിൾ ഇൻ നേച്ചർ ആണ്. സോ ഫസ്റ്റ് പോയിന്റ് എന്താ, ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി എന്നാണ്. ഓക്കെ, the total quantity of land does not undergo any change. It is limited and cannot be increased and decreased. അപ്പൊ ഇത് നാച്ചുറൽ റിസോഴ്സസ് ആണ്. നാച്ചുറൽ റിസോഴ്സസ് ജനറലി ഫിക്സ്ഡ് ആയിരിക്കും. ജനറലി ലാൻഡിന്റെ സോയിലിന്റെ കാര്യത്തിലൊക്കെയാണ് നമ്മൾ പറയുന്നത്. ലാൻഡ് ആസസ് ഫിക്സ്ഡ് ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ വാട്ടർ ജനറലി ഫിക്സ്ഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ അത് റിപ്ലനിഷ് ആവാറുണ്ട്. എന്നാലും ഇത് ലാൻഡിൽ വന്ന എല്ലാ നാച്ചുറൽ ഗിഫ്റ്റ് ജനറലി ഫിക്സ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അത് അത്ര എമൗണ്ട് അവൈലബിൾ ഉള്ളൂ. ഓക്കെ, അതാണ് സെക്കൻഡ് ഫീച്ചർ, ഫിക്സ്ഡ് ക്വാണ്ടിറ്റി. The total quantity of land does not undergo any change. It is limited and cannot be increased and decreased. ഇൻക്രീസും ഡിക്രീസും ഒന്നും ചെയ്യാൻ പറ്റില്ല. തേർഡ് എന്താ, land is permanent. All man-made things are perishable and these may even go out of existence, but land is indestructible. എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം പ്രൊഡക്റ്റ്, മനുഷ്യൻ ഉണ്ടാക്കുന്ന എല്ലാം പ്രൊഡക്റ്റ് ഡിസ്ട്രോയ് ആവാൻ സാധ്യതയുണ്ട്, നശിച്ചു പോവാൻ സാധ്യതയുണ്ട്. പക്ഷെ ലാൻഡ് പറയുമ്പോൾ എന്താണ്, സോയില്, ഡെസേർട്ട്, ഇതൊക്കെയാണല്ലോ നമ്മൾ നാച്ചുറൽ റിസോഴ്സ്. ഇത് ജനറലി അങ്ങനെ ഡിസ്ട്രോയ് ആയി പോവില്ല, അത് പെർമനന്റ് ഇൻ നേച്ചർ ആണെന്നാണ് പറയണത്. ഓക്കെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം മനുഷ്യൻ അതിനെ ഡിസ്ട്രോയ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് വേറെ എന്താ പറയുക, വേറൊരു സംഭവമാണ്. എന്നിട്ട് നമ്മൾ വാട്ടർ, മനുഷ്യർ വല്ലതും എവിടെ ഇല്ലാണ്ടായിട്ടുണ്ട്, എയർ ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുണ്ട്, അതൊക്കെ പൊല്യൂഷൻ കോൺസെപ്റ്റ് ആണ്. പക്ഷെ എന്നാലും ലാൻഡ് ഈസ് പെർമനന്റ്. ഈ പറഞ്ഞ ലാൻഡിന് ബാക്കി മനുഷ്യൻ ഉണ്ടാക്കുന്ന മെഷീൻ ആയാലും ടൂൾസ് ആയാലും അതൊക്കെ എന്തായി പോവും, നശിച്ചു പോകാനും കേടായി പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ലാൻഡിൽ പറഞ്ഞിരിക്കുന്ന നാച്ചുറൽ റിസോഴ്സസ് ഒരിക്കലും തന്നെ അങ്ങനെ കേടായി പോവില്ല, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ആയി പോവില്ല എന്നാണ് പറയുന്നത്. സോ തേർഡ് ഈസ് ലാൻഡ് ഈസ് പെർമനന്റ്. അതിൽ എന്താ എഴുതിയിരിക്കുന്നത്, ഓൾ മാൻ മെയ്ഡ് തിങ്സ് ആർ പെരിഷബിൾ. പെരിഷബിൾ എന്ന് പറഞ്ഞാൽ കേടായി പോകും. ആൻഡ് ദീസ് മേ ഈവൻ ഗോ ഔട്ട് ഓഫ് എക്സിസ്റ്റൻസ് ബട്ട് ലാൻഡ് ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, ലാൻഡ് ഫ്രീ ആണ്. ഓക്കെ, സെക്കൻഡ് എന്തായിരുന്നു, ഫിക്സ്ഡ് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. തേർഡ് എന്താണ്, ഇത് പെർമനന്റ് ആണ്, എന്താ ഡിസ്ട്രോയ് ആയി പോവില്ല. ആദ്യത്തെ 3 ഫീച്ചർ അതായത്. നെക്സ്റ്റ് ഫീച്ചർ ഓഫ് ലാൻഡ് ആണ്, സപ്ലൈ ഓഫ് ലാൻഡ് ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് കഴിഞ്ഞാൽ, നമുക്ക് ലാൻഡിന് ഇൻക്രീസും ഡിക്രീസും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ജനറലി നമ്മൾ ഈ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി പറഞ്ഞ പോയിന്റ് തന്നെയാണിത്, പക്ഷെ അത് കുറച്ചും കൂടി എക്കണോമിക് ടേംസിൽ പറഞ്ഞു എന്നേ. ദ സപ്ലൈ ഓഫ് ലാൻഡ് ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. അതിൽ എന്താ എഴുതിയിരിക്കുന്നത്, സപ്ലൈ ഓഫ് ലാൻഡ് കനോട്ട് ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഡിമാൻഡ്. ലാൻഡ്, ഭൂമിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാട്ടറിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ, അല്ലെങ്കിൽ എയറിന്റെ ഡിമാൻഡ് കൂടുമ്പോഴും അതിന്റെ ക്വാണ്ടിറ്റി, നമുക്കിപ്പം എയറിൽ എത്ര ഓക്സിജൻ ഉണ്ട്, അത് നാച്ചുറൽ ആണ്, അതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊന്നും പറ്റില്ല. അതാണ് ലാൻഡ് ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത്. സപ്ലൈ ഓഫ് ലാൻഡ് ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. സപ്ലൈ ഓഫ് ലാൻഡ് കനോട്ട് ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഡിമാൻഡ്. അതാണ് എന്റെ ഫോർത്ത് പോയിന്റ്. ഫിഫ്ത്ത് പോയിന്റ് എന്താ, ലാൻഡ് ഇസ് ദ പ്രൈമറി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, 4 ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ. എല്ലാം ഫാക്ടേഴ്സിലും ഫസ്റ്റ് ഫാക്ടർ ഭൂമിയാണ്, അല്ലെങ്കിൽ ലാൻഡ് ആണ്. ഭൂമി എന്നല്ല ഞാൻ പറയുന്നത്, ലാൻഡ്, നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഓക്കെ, ആ ലാൻഡ് ഇല്ലാണ്ട് വേറെ ബാക്കി ഫാക്ടേഴ്സ് ആയാലും, ലേബർ ആയാലും ക്യാപിറ്റൽ ആയാലും എന്റർപ്രണർ ആയാലും നമുക്ക് അത് ഒരു യൂസ് ഉണ്ടാവില്ല. ബിക്കോസ് ആദ്യത്തെ ഫാക്ടർ ഓൾവേസ് ലാൻഡ്. ഓക്കെ, എന്താ എഴുതിയിരിക്കുന്നത്, പ്രൊഡക്ഷൻ പ്രോസസ് സ്റ്റാർട്ട്സ് വിത്ത് ലാൻഡ്. പ്രൊഡക്ഷൻ പ്രോസസ് തുടങ്ങാൻ തന്നെ നമുക്ക് ലാൻഡ് ആണ് വേണ്ടത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു അഗ്രികൾച്ചർ ഒരു പ്രൊഡക്ഷൻ പ്രോസസ് ആണ്. കൃഷി തുടങ്ങാൻ വേണ്ടി ആദ്യം നമുക്ക് കൃഷി ചെയ്യേണ്ട സോയിൽ, അല്ലെങ്കിൽ ആ ഭൂമി നമുക്ക് വേണം. ഭൂമി വേണമെന്നില്ല, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് മണ്ണ് എടുത്തിട്ട് വേറെ സ്ഥലത്തും ചെയ്യാം, ടെറസ് ഫാർമിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ മണ്ണ് വേണം. സോയിൽ ഈസ് നാച്ചുറൽ റിസോഴ്സ്, അതെന്തായാലും നമുക്ക് വേണം. അപ്പൊ അത് ലാൻഡ് ആണ്. അതേപോലെ നമുക്ക് വേറെ ഒരു ഫാക്ടറി ഉണ്ടാക്കണമെങ്കിൽ ആ ഫാക്ടറി കെട്ടാൻ സ്ഥലം വേണം, അതൊരു ലാൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വേണ്ട ഫാക്ടർ, എപ്പോഴും ഫസ്റ്റ് ആദ്യം വേണ്ടത് ലാൻഡ് ആണ്. സോ അതിനെ നമുക്ക് പ്രൈമറി ഫാക്ടർ എന്നും പറയാം. സിക്സ്ത് പോയിന്റ് ഈസ് ലാൻഡ് ഈസ് ഇമ്മൂവബിൾ. എന്ന് പറഞ്ഞാൽ എന്താണ്, ലാൻഡിനെ നമുക്ക് ജനറലി ഒരു സ്ഥലത്തിന് എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോയിലൊക്കെ ചെറിയ രീതിയിൽ മൂവ് ചെയ്യും, സോയിൽ മാത്രം.
പക്ഷെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ഫോറസ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെസേർട്ട് ആവട്ടെ, അല്ലെങ്കിൽ ഭൂമി തന്നെ ആവട്ടെ, ഇതൊന്നും നമുക്ക് ഒരു സ്ഥലത്തിനെടുത്ത് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. സോ സിക്സ്ത് ഫീച്ചർ ഈസ് ലാൻഡ് ഈസ് ഇമ്മൂവബിൾ. ഇറ്റ് കനോട്ട് ബി ട്രാൻസ്പോർട്ടഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഓക്കെ, സിമ്പിൾ അല്ലേ? സെവൻത് ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ഹാസ് മെനി യൂസസ്. ഒരു ലാൻഡ് അല്ലെങ്കിൽ ആ നാച്ചുറൽ റിസോഴ്സ്, ലാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നത് ഭൂമി മാത്രമല്ല, തന്റെ പേര് എക്കണോമിക്സിൽ ലാൻഡിന് കൊടുക്കുന്നുള്ളൂ. പക്ഷെ ലാൻഡ് ഇൻക്ലൂഡ്സ് ഓൾ ദ നാച്ചുറൽ റിസോഴ്സസ്. അത് സൺലൈറ്റ് ഉണ്ട്, റെയിൻ ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്, പോരാണ്ട് ഭൂമിയും ഉണ്ട്. ഭൂമി എൻ്റെ ഒരു ടൈപ്പ് മാത്രമാണ്. ഓക്കെ, സോ ലാൻഡ് ഹാസ് മെനി യൂസസ്. വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ലാൻഡ് ഇൻ മെനി വേസ്. ഓക്കെ, on land cultivation can be done, factories can be set up, road can be constructed, buildings can be raised. അതിനർത്ഥം ഭൂമിന്റെ മുകളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒരേ ഭൂമിയിൽ നമുക്ക് അവിടെ കൃഷിയും ചെയ്യാം, അവിടെ വീടും ഉണ്ടാക്കാം, രണ്ടും ചെയ്യാം അല്ലെ? അതേപോലെ സൺലൈറ്റ് വെച്ചിട്ട് നമുക്ക് എന്താ സോലാർ എനർജിയും ഉണ്ടാക്കാൻ പറ്റും, സൺലൈറ്റ് വേസ്റ്റ് ആക്കാനും പറ്റും. റെയിൻ അല്ലെങ്കിൽ റെയിൻ വാട്ടർ നമുക്ക് സേവ് ചെയ്യാനും പറ്റും, അത് വേസ്റ്റ് ആക്കി കളയാനും പറ്റും. അപ്പൊ അല്ലെങ്കിൽ റെയിൻ വാട്ടർ വെച്ച് വേറെ യൂസേജും ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഫോറസ്റ്റ് നമുക്ക് ഫോറസ്റ്റ് കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് വല്ല ഫാക്ടറി ഉണ്ടാക്കാനും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വുഡ് റിലേറ്റഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫോറസ്റ്റ് അതേപോലെ തന്നെ വെച്ചിട്ട് ഫോറസ്റ്റിന് കിട്ടുന്ന ഓക്സിജൻ യൂസ് ചെയ്യാം. എല്ലാ നാച്ചുറൽ റിസോഴ്സിനും ബേസിക്കലി മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. സോ ലാൻഡ് ഹാസ് മെനി യൂസസ്. വി ക്യാൻ, എക്സാമ്പിളിൽ മാത്രമാണ് നമ്മളൊരു ഭൂമിന്റെ എക്സാമ്പിൾ ഇവിടെ എടുത്തത്. വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ലാൻഡ് ഇൻ മെനി വേസ്. On land, cultivation can be done, factory can be set up, road can be built, building can be raised. ഭൂമിയിൽ കൃഷിയും ചെയ്യാം, ഫാക്ടറിയും ഉണ്ടാക്കാം, അവിടെ റോഡും ഉണ്ടാക്കാം, അവിടെ വീടും ഉണ്ടാക്കാം. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ലാൻഡ്. ഒരു പ്രാവശ്യം കൂടി പറയുകയാണെങ്കിൽ ലാൻഡ് ഫ്രീ ആയിരിക്കും അല്ലെ? നാച്ചുറൽ റിസോഴ്സ് ആണ്, ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്, മനുഷ്യന്മാർക്ക് ദൈവം തന്നിരിക്കുന്നതാണ്, അതുകൊണ്ട് അത് ഫ്രീ ആണ്. ഓക്കെ, തൽക്കാലം ഇതുവരെ ഫ്രീ ആണ്. ഇനി ഭാവിയിൽ വായുവും ശ്വസിക്കാൻ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരുമെന്ന് അറിയില്ല. തൽക്കാലം ഇതുവരെ അതെ ജനറലി ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ ആണ് എല്ലാ കാര്യം. ഓക്കെ, നാച്ചുറൽ റിസോഴ്സസ്. സെക്കൻഡ് എന്താ? ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും, അത് നമുക്ക് ഇൻക്രീസും ഡിക്രീസും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ തേർഡ് എന്താ? ലാൻഡ് ഈസ് പെർമനന്റ്. ബാക്കിയെല്ലാം നശിച്ചു പോകാനും തീർന്നു പോകാനും സാധ്യതയുണ്ട്, നാച്ചുറൽ റിസോഴ്സ് അങ്ങനെ തീരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർത്ത് ഈസ് ലാൻഡ് സപ്ലൈ ഓഫ് ലാൻഡ് ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ലാൻഡിന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസോ ഡിക്രീസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, പക്ഷെ അത് എക്കണോമിക് ടേമിൽ പറഞ്ഞതേ ഉള്ളൂ. ഫിഫ്ത്ത് പോയിന്റ് എന്താ? ലാൻഡ് ഇസ് ദ പ്രൈമറി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഫസ്റ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ് ലാൻഡ്. സിക്സ്ത് എന്താ? ലാൻഡ് ഇസ് ഇമ്മൂവബിൾ. ഒരു സ്ഥലത്തിന് അടുത്ത സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റില്ല. ആൻഡ് സെവൻത് ഫീച്ചർ ഈസ് ദാറ്റ് ലാൻഡ് ഹാസ് മെനി യൂസസ്. എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡിനെ നമുക്ക് പല യൂസസിന് വേണ്ടി യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് 7 ഫീച്ചേഴ്സ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. 7 ഫീച്ചേഴ്സ് ഓഫ് ലാൻഡ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാൻഡ് എന്നും പറയാം. ഓക്കെ, സോ ദീസ് ആർ ദ 7 features of land or characteristics of land. Land in basically പറഞ്ഞാൽ it is all the natural resources that are available on the surface of the earth, below the surface of the earth, above the surface of the earth, and which are used in production process is called land. Examples ഞാൻ പറഞ്ഞ പോലെയാണ്. അത് പറഞ്ഞ പോലെ ഫ്രീ ഗിഫ്റ്റ് ആണ്, ഓഫ് നേച്ചർ ആണ്, ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ആണ്, പെർമനന്റ് ആണ്, ആൻഡ് സപ്ലൈ ഇൻഇലാസ്റ്റിക് ആണ്. പ്രൈമറി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും ലാൻഡ് എപ്പോഴും. ലാൻഡ് ഇസ് ഇമ്മൂവബിൾ ആൻഡ് ലാൻഡ് ഹാസ് മെനി യൂസസ്. ഇതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്. വീണ്ടും ഞാൻ പറഞ്ഞു, ലാൻഡ് എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ കാണുന്ന ഭൂമിയല്ല, ഓൾ ദ നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഭൂമി ഉൾപ്പെടെ എയർ, വാട്ടർ, സൺലൈറ്റ്, ഡെസേർട്ട്, ഫോറസ്റ്റ് എല്ലാം അതിൽ ഉൾപ്പെടും, സോയിൽ എക്സെട്ര. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ മോഡ്യൂൾ 3 തുടങ്ങി പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ഡെഫിനിഷനും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് ഒരു പ്രാവശ്യം കൂടി റിവൈസ് ചെയ്തുകൊണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് എത്തി. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നിങ്ങൾ ഓർക്കണം, ഇൻപുട്ട് ഓഫ് പ്രൊഡക്ഷന് നമുക്ക് ഫാക്ടേഴ്സ് എന്ന് പറയാം. പക്ഷെ എങ്ങനത്തെ ഇൻപുട്ട് ആയിരിക്കും? ഔട്ട്പുട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടും നശിച്ചു പോവാത്ത, അല്ലെങ്കിൽ അവിടെ ഔട്ട്പുട്ടിലോട്ട് ലയിച്ചു പോവാത്ത, അല്ലെങ്കിൽ മെർജായി പോവാത്ത ഇൻപുട്ടിനെ നമുക്ക് പ്രൈമറി ഇൻപുട്ട് എന്നും പറയാം. അതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മറ്റേ സെക്കൻഡറി ഇൻപുട്ട് ആണ്, വിച്ച് ഗെറ്റ് മെർജ്ഡ് വിത്ത് ദ ഔട്ട്പുട്ട് പ്രൊഡക്റ്റ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫാർമിംഗിൽ സോയിലാണ് നമ്മൾ വീറ്റ് ഗ്രോ ചെയ്യണമെങ്കിൽ ആ വീട്ടിന്റെ സീഡും വാട്ടറും ഫെർട്ടിലൈസർ ഒക്കെ വീട്ട് ഉണ്ടായി വരുമ്പോൾ, ഔട്ട്പുട്ട് ഉണ്ടായി വരുമ്പോൾ അതിന്റെ കൂടെ മർജായി പോകും. പക്ഷെ സോയിലും ട്രാക്ടർ അല്ലെങ്കിൽ വേറെ ടൂൾസ് അല്ലെങ്കിൽ മനുഷ്യൻ ഫാർമർ അവിടെ തന്നെ നിൽക്കും. അപ്പൊ അങ്ങനത്തെ ഇതിനെ നമ്മൾ ഫാക്ടേഴ്സ് വേണം. 4 ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ. അത് ലാൻഡ് എന്താണെന്ന് നോക്കി, അതിന്റെ ഫീച്ചേഴ്സ് നോക്കി. അടുത്ത ക്ലാസ്സിൽ
നമ്മൾ ലേബർ എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, സിമ്പിൾ ടോപ്പിക് ആണ് എന്നാലും ഡൗട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്ക് ഈ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവാം, ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമിയാണെന്ന്. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ ചെറുപ്പം തൊട്ട് പഠിച്ചിരിക്കുന്നത്. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, പക്ഷെ അതിന്റെ ഒരു ടൈപ്പ് മാത്രമാണ്. എക്കണോമിക്സിൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഓൾ ദ നാച്ചുറൽ റിസോഴ്സസ് അവൈലബിൾ ഓൺ ദ സർഫസ്, ബിലോ ദ സർഫസ് ആൻഡ് അബവ് ദ സർഫസ് ഓഫ് ലാൻഡിനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്യുക. ഈ ടോപ്പിക് മനസ്സിലായിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ വാട്സപ്പിൽ കുറച്ച് റോൾ നമ്പേഴ്സിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അത് അവർ അതിന്റെ ആൻസർ ഗ്രൂപ്പിൽ തന്നെ പറയണം. ഓക്കെ, ഓറൽ ആയിട്ട് തന്നെ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, സീ യു, ബൈ.